ഹായ് ഫ്രണ്ട്സ്, ബാസികർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ചങ്ങായിമാരെ. ഇത് നമ്മളെ കേരളത്തിലെ NH66 ഹൈവേ ആണ് കേട്ടോ. ഇതിൻ്റെ പണികൾ ഏകദേശം ഒരു 3/4 ഭാഗം പണികൾ കഴിഞ്ഞിക്കണ്. ഇനി കുറച്ച് പണികൾ കൂടെ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഹൈവേയിൽ 30 കിലോമീറ്റർ ഓടാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹൈവേയിൽ വാഹനമായിട്ട് ഓടിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതറിയാത്തവർക്കാണ് കേട്ടോ. അറിയുന്നവർക്കൊരു വിഷയമുള്ള കേസല്ല. ഇത് പഞ്ചായത്ത് റോഡുമ്പോൾ കൂടെ ഓട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് ഈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വരുന്നവരെ ആർക്കും ഇങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞോളൂന്നില്ല. അതുപോലെ തന്നെ ഇതിനെ കുറച്ച് സ്പീഡിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിക്കിന്. അപ്പൊ ഈ ഓവറ് വലിച്ചു നീട്ടി കൊണ്ടുപോയി നേരെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ചങ്ങായിമാരെ, കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, നമ്മൾ ഈ ഹൈവേയില് വാഹനം ഓടിക്കുന്ന സമയത്ത് 2 സൈഡിലെ ഗ്ലാസ്സും ഉണ്ടല്ലോ, ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും ഈ സെൻറ്ററിലുള്ളവും റെഡിയാക്കി വെക്കുക, നമ്മളെ ബാക്ക് കാണുന്ന കോലത്തിന്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ട് കേട്ടോ. നിയമം പാലിച്ചും കഴിഞ്ഞ് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. അപ്പോൾ ചങ്ങായിമാരെ, ഈ അടുത്ത ഭാഗത്ത് കാണുന്നത് 60 കിലോമീറ്റർ സ്പീഡ്, നടുക്കുള്ളത് 80 കിലോമീറ്റർ സ്പീഡ്, മൂന്നാമത്തെ ലൈന് 100 കിലോമീറ്റർ സ്പീഡ്. അങ്ങനെ ആയിരിക്കും നമ്മളെ ഈ കേരളത്തിലെ ഹൈവേയിലെ സ്പീഡ് കണക്കാക്കുന്നത്. NH66 സ്പീഡ് കണക്കാക്കുന്നത്. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലൊക്കെ അങ്ങനെയാണ്, 60, 80, 100. അപ്പോൾ നമ്മൾ 60ന്റെ താഴോട്ട്, 60ന്റെ താഴോട്ടും കിലോമീറ്ററിലാണ് മെല്ലാണ് പതുക്കാണ് പോകണമെങ്കിൽ നമ്മൾ ഈ അടുത്ത ഭാഗത്തുള്ള ട്രാക്കിൽ കൂടെ അങ്ങനെ പോവുക. ഇനിയിപ്പോൾ കുറച്ച് സ്പീഡ് നിങ്ങൾക്ക് 60ന്റെ മേലോട്ട് സ്പീഡ് കൂട്ടണമെങ്കിൽ നേരതാ ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇടണം കേട്ടോ. കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ 60ന്റെ മുകളിലേക്ക് കയറിട്ടോ. അപ്പൊ സെൻട്രലിലേക്ക് കയറ്റിയാൽ ഇപ്പോ 60ന്റെ മുകളിലാണ്, ഹൈവേയിലാണ് ഇപ്പൊ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ട്രാക്ക് കയറ്റുന്ന ഗ്ലാസ് നോക്കുക, ഇൻഡിക്കേറ്ററും ഇടുക. ഇപ്പോ 70 സ്പീഡിലാണ് ഇപ്പൊ ഞാൻ പോണത്. എനിക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടണം. സ്പീഡ് കൂട്ടണമെങ്കിൽ നേരെ വലത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുക, നേരെ ഗ്ലാസ്സിൽ നോക്കുക. മൂന്നാമത്തെ ട്രാക്കിലേക്ക് കയറ്റി. ഇപ്പോ 80 സ്പീഡിലാണ് ഇപ്പൊ വണ്ടി പോണ്. ഇതൊക്കെ അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് ഒന്ന് സ്പീഡ് കുറയ്ക്കണം തോന്നുകയാണ്, ഫുള്ള് ഗ്ലാസ്സിൽ നോക്കണം കേട്ടോ. മറ്റെന്താ അറിയോ, നമ്മളെ കോഴിക്കോട്ടുകാരുടെ ഭാഷ പറഞ്ഞാല് 4 തൊടിയിലെത്തിപ്പോവും. പൊടി പോലും ഉണ്ടാവില്ല കണ്ടിരിക്കാൻ. ഈ ഇപ്പൊ കാണുന്ന മുകളിൽ കാണുന്നുണ്ട് നിങ്ങള്, ഇതൊക്കെ ക്യാമറക്കുള്ളിലേക്ക് ഇട്ടത്. ഇതൊക്കെ ക്യാമറക്കുള്ള സെറ്റപ്പാണ് മുകളിൽ. അന്ന് അതിന്റെ പണികളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഏത് സ്പീഡിലും പോവാ, 80ലും പോവാ, 100ലും പോവാ, 60ലും പോവാ. ഇപ്പതാ ഞാനിതാ ഈ സ്ലോ ആക്കാൻ പോവാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക, ഗ്ലാസ് നോക്കുക, ഏറ്റവും ഇടത്ത് ഭാഗത്തുള്ള സ്ലോ ട്രാക്കിലേക്ക് എത്തിക്കുന്നു. സംഗതി വേറെ ലെവലാ മക്കളെ, കേരളത്തിലെ ഹൈവേ ഉണ്ടല്ലേ. പിന്നെ അതുപോലെ ഈ ഒരു സ്ഥലം കണ്ടി ഞങ്ങള് ആ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സർവീസ് റോഡിലേക്ക് കയറേണ്ടി കേട്ടോ. സർവീസ് റോഡിലേക്ക് കയറേണ്ട പോയിന്റ് ആണ്. അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് ആ പോയിന്റിലേക്ക് കയറുകയും ചെയ്യരുത്. അതൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ മാർക്കിങ് കൊടുത്തിക്കണ്. അതിനനുസരിച്ച് നല്ല നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഏതാ ഹൈവേ നോക്കിയേ കൈമാരെ, ഇനിങ്ങനെ പറക്ക കണ്ടില്ലേ. ഇപ്പൊ 60 ഹൈവേയില് കയറി വണ്ടി. ഇപ്പൊ വണ്ടി ഹൈവേയിലാണുള്ളത്, എന്റെ വണ്ടി ഹൈവേയിലാണുള്ളത്. ഇപ്പൊ 80ലാണുള്ളത്. ഇപ്പൊ 80ന്റെ മേലോട്ട് കയറ്റിയതാ. ഇപ്പൊ 85, 90 സ്പീഡിലായിട്ടപ്പോ വണ്ടിയിൽ ആ സ്പീഡിൽ അങ്ങനെ പോവാം നമുക്ക്. 90, 80ന്റെ മേലോട്ടുള്ള ഒക്കെ ഈ മൂന്നാമത്തെ ട്രാക്ക് കിട്ടും. അതൊക്കെ കണ്ടില്ല, ഇതൊക്കെ വെറും ഫൗളാ. മറ്റേ ബൈക്കാൻ ചെയ്തിട്ട് നിങ്ങള് അവിടുന്ന് ഇങ്ങോട്ട് ഒരു കാരണവശാലും വണ്ടി വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാല് എതിരെ വരുന്നോന് ഒന്നും ചെയ്യാനില്ല, ചവിട്ടിയാലും കൂടി നിൽക്കൂല. അത്രയും സ്പീഡിലുള്ള ട്രാക്കാണ്. നമുക്ക് സാധാ റോഡുമ്പോൾ കൂടെ പോവുകയാണെങ്കിൽ ഒരു മണിക്കൂറിലൊരു 30 കിലോമീറ്റർ ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഈ ഹൈവേ കൂടെ പോയിട്ട് 30 കിലോമീറ്റർ ഓടാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഇപ്പൊ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്.
അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് ആ 30 കിലോമീറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പം ചങ്ങായിമാരെ, നമ്മളെ കേരളത്തിലെ NH66 ഹൈവേ കൂടെ 30 കിലോമീറ്റർ ഓടാൻ എനിക്ക് ആയ സമയം 25 മിനിറ്റാണ് ചങ്ങായിമാരെ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ ഈ ഹൈവേ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളി. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.